കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു സ്നാക്കാണിന്ന് ഗോതമ്പ് കൊണ്ടുള്ള ഉണ്ടംപൊരി. ബൗളിലേക്ക് ഗോതമ്പ് പൊടി എടുക്കാം. നമ്മൾ 2 കപ്പ് അളവിലാണ് ഇന്ന് ഉണ്ടാക്കണേ. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ സോഡാപ്പൊടി. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ചേർക്കാം. ഒരു കൈ നിറയെ നാളികേരക്കൊത്ത് ചേർത്തിട്ടുണ്ട്. പൊടികളൊക്കെയായി ചെറുപഴം അരച്ചെടുക്കാനാണ്. വലിപ്പം തീരെ കുറഞ്ഞ പഴമാണ്, അതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാണ്ട് നല്ലോണം അരച്ചെടുത്ത് വെക്കാം. ചീനച്ചട്ടിയിലേക്ക് 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് ശർക്കര. കല്ലുള്ളതാണെങ്കിൽ അരിച്ചെടുക്കണം. വെള്ളത്തിൽ ശർക്കര യോജിച്ച് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. മിക്സിയിൽ ഇടിച്ച് വെച്ച പഴം ചേർക്കാം. ഇനി ശർക്കര പാനി അരിച്ചെടുത്തത്. കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർക്കാം. വല്ലാണ്ട് ലൂസാവണ്ട. ശർക്കര പാനിയിലേക്കുള്ള 1/2 കപ്പും ഇപ്പോൾ ചേർത്ത വെള്ളവും കൂടി 1 കപ്പ് ആയിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ചിലർ മാവ് ഇങ്ങനെ കുറച്ചും കൂടി കട്ടിയിലാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കാം. ഇതാകുമ്പോൾ ഉണ്ടംപൊരി കുറച്ചുകൂടെ സോഫ്റ്റ് ആയി കിട്ടും. ഇനി 2 മണിക്കൂർ അടച്ചു വയ്ക്കാം. ഇപ്പോൾ മാവ് സെറ്റ് ആയിട്ടുണ്ട്. കൂടുതൽ ലൂസല്ല, ഇങ്ങനെയാണ്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി. ഇനി തീ കുറച്ചിട്ട് മാവെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നേരം എണ്ണയിൽ കിടന്ന് വേവണം. ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചിടാം. ഇനി 2-3 മിനിറ്റും കൂടി വേവാനുണ്ട്. അങ്ങനെ നല്ല സ്വാദുള്ള ഉണ്ടംപൊരി ആയി കഴിഞ്ഞു. പാകത്തിന് ശർക്കരയുടെ മധുരവും പഴത്തിൻ്റെ സ്വാദും ഏലക്കയുടെയും ചുക്കിൻ്റെയും ഒക്കെ ഫ്ലേവറും കൂടി ചേർന്നിട്ട് നല്ല സ്വാദാണ്.